ദൈവം ഒരിക്കലും കൈവിടുന്നില്ല. ആവർത്തന പുസ്തകം 31 അധ്യായം 1 മുതൽ 8 വരെ. ചിന്തയ്ക്കായിട്ട് 8-ാം വാക്യം. യഹോവ തന്നെ നിനക്ക് മുമ്പായി നടക്കുന്നു, അവൻ നിന്നോടുകൂടി ഇരിക്കും, നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. നീ പേടിക്കരുത്, ഭ്രമിക്കുകയുമരുത്. സർവസ്വമായി കരുതിയിരുന്ന ഏകപുത്രൻ്റെ അനാശ്വാസ ജീവിതം ദുസ്സഹമായി തോന്നിയ ഒരു പിതാവ് ആത്മഹത്യ ചെയ്തതായി കേട്ടിട്ടുണ്ട്. തങ്ങൾ സർവസ്വമായി കരുതുന്ന അത് നഷ്ടപ്പെടുമ്പോൾ, ആശിക്കുന്നതിന് വിപരീതമായി സംഭവിക്കുമ്പോൾ എന്തിനിനിയും ജീവിച്ചിരിക്കണമെന്ന തോന്നൽ പലർക്കും ഉണ്ടാകുക സാധാരണമാണ്. തങ്ങൾക്ക് എന്ത് നഷ്ടപ്പെടുന്നുവോ അതുമാത്രമാണ് ജീവിതമെന്ന് കരുതുന്നവരാണ് ആത്മഹത്യ ചെയ്യാൻ തുനിയുന്നത്. ഭർത്താവിന് ഭാര്യയോ ഭാര്യയ്ക്ക് ഭർത്താവോ, മാതാപിതാക്കൾക്ക് മക്കളോ നഷ്ടപ്പെടാം, ആരോഗ്യം നഷ്ടപ്പെടാം, ബിസിനസ് പൊളിയാം, പരീക്ഷയിൽ പരാജയപ്പെടാം. പക്ഷേ ഭാര്യയോ ഭർത്താവോ മക്കളോ ബിസിനസ്സോ ആരോഗ്യമോ മറ്റെന്തെങ്കിലും മാത്രമാണ് ജീവിതമെന്ന് കരുതുന്നവരാണ് ഇവയൊക്കെ നഷ്ടപ്പെട്ടാൽ ഇനിയും എന്തിന് ജീവിക്കണമെന്ന് ചിന്തിക്കുകയും ജീവിതം സ്വയം അവസാനിപ്പിക്കുവാൻ പോലും തുനിയുകയും ചെയ്യുന്നത്. എന്നാൽ ജീവിതത്തിൻ്റെ ഒരംശം മാത്രമാണ് ഈ നഷ്ടങ്ങളും ആശാഭംഗങ്ങളും എന്ന് പലരും ആലോചിക്കാറില്ല. ഒരു രംഗം കൊണ്ട് പൂർത്തീകരിക്കുന്നതല്ല മനുഷ്യ ജീവിത നാടകം. ഒരു രംഗത്തിന് തിരിച്ചര വീഴുമ്പോൾ നാടകം അവസാനിച്ചു എന്ന് കരുതരുത്. അടുത്ത രംഗം എന്താണെന്ന് കാണാനുള്ള ക്ഷമ നമുക്കുണ്ടായിരിക്കണം. ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് അതിനുള്ള ക്ഷമ ലഭിക്കുകയുള്ളൂ. ജീവിതത്തിലെ ആനന്ദദായകമായ അഥവാ സുന്ദരമായ അനുഭവങ്ങളിൽ മാത്രമേ പലർക്കും ദൈവത്തെ കണ്ടെത്താൻ കഴിയാറുള്ളൂ. നല്ല ആരോഗ്യവും സുഖ സൗകര്യങ്ങളും ഉണ്ടായിരിക്കുക, ചുറ്റുപാടുകൾ അനുകൂലമായിരിക്കുക, തൊട്ടതൊക്കെ ലാഭമായി തീരുക, ഇങ്ങനെയുള്ള ജീവിത അനുഭവങ്ങളിൽ ദൈവത്തെ അഭിമുഖം ദർശിക്കുവാൻ അവർക്ക് കഴിഞ്ഞെന്നു വരും. ദൈവം അത്ഭുതകരമായി തങ്ങളെ നടത്തുന്നു എന്ന് അവർ പറയുകയും ചെയ്തേക്കാം. എന്നാൽ ജീവിതത്തിൻ്റെ സുന്ദരമായ വശങ്ങളിൽ മാത്രമല്ല, വൈരൂപ്യമുള്ള വശങ്ങളിലും ദൈവത്തെ അഭിമുഖമായി കാണാൻ നമുക്ക് കഴിയണം. സൂര്യപ്രകാശമുള്ളപ്പോൾ മാത്രമല്ല, കാർമേഘം കൊണ്ട് ആകാശം ഇരുണ്ട് ഭീതിതമായ കൊടുങ്കാറ്റടിക്കുമ്പോഴും ദൈവ സാന്നിധ്യം അനുഭവവേദ്യമായി തീരുന്നില്ലെങ്കിൽ നാം ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ദൈവം അങ്ങ് ദൂരെ എവിടെയോ സ്ഥിതി ചെയ്യുന്ന ആളാണെന്ന് പലരും കരുതുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ പുറത്ത് എവിടെയെങ്കിലും മറഞ്ഞിരിക്കുന്നവനല്ല ദൈവം. പ്രത്യുത നമ്മുടെ എല്ലാ ജീവിത വ്യാപാരങ്ങളിലും ഇടപെട്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഉള്ളിൽ അവിടുന്ന് വസിക്കുന്നു. ദൈവ സാന്നിധ്യത്തെ അംഗീകരിക്കുവാനും അവിടുത്തെ ഉദ്ദേശം നിറവേറപ്പെടത്തക്കവണ്ണം ദൈവത്തോടുകൂടി പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനും നാം കൂട്ടാക്കാത്തതാണ് നമുക്കുണ്ടാകുന്ന മിക്കവാറും വൈഷമ്യങ്ങൾക്ക് കാരണം. മനുഷ്യ ജീവിതത്തിൻ്റെ ഉള്ളിൽ ദൈവം വ്യാപരിക്കുന്നു എന്ന യാഥാർത്ഥ്യം അംഗീകരിക്കാതെ ജീവിതം തകർന്ന് ആത്മഹത്യയെ എത്തിപ്പിടിക്കുവാൻ തുടങ്ങിയ ഡേവിസ് എന്ന ഒരാളിൻ്റെ കഥ ലിയനാർഡോ ഗ്രിഫ്റ്റ് എന്ന ഗ്രന്ഥകാരൻ ഉദ്ധരിച്ചിട്ടുണ്ട്. കൂരിരുൾ നിറഞ്ഞ ഒരു രാത്രിയിൽ ഡേവിസ് വെയിൽസിൻ്റെ തെക്കേ അറ്റത്തുള്ള കടപ്പുറത്ത് ഏകനായി ഇരിക്കുകയായിരുന്നു. സാമാന്യം ഭേദപ്പെട്ട ഒരു കുടുംബത്തിൽ ദൈവഭക്തിയുള്ള മാതാപിതാക്കളുടെ പുത്രനായി ജനിച്ചു വളർന്ന ആ യുവാവ് ഒരു ക്രൈസ്തവ വൈദികനായി തീർന്നു. പിന്നീട് പത്രപ്രവർത്തനം, മതപരവും രാഷ്ട്രീയമായുള്ള പല വിശ്വാസങ്ങളിലേക്കും അയാൾ വഴുതി നീങ്ങി. അങ്ങനെ അയാളുടെ ജീവിതം അരാജകത്വത്തിൽ ചെന്ന് അവസാനിച്ചു. ഒടുവിൽ നിരീശ്വരനായി തീർന്ന ഡേവിസിൻ്റെ ജീവിതം പരാജയങ്ങളുടെ ഘോഷയാത്രയായി പരിണമിച്ചു. അയാളുടെ വൈദിക സ്ഥാനം, പണം, കുടുംബജീവിതം, ദൈവവിശ്വാസം എന്നുവേണ്ട സകലവും നഷ്ടപ്പെട്ടു. ഇനി ആത്മഹത്യയല്ലാതെ ഒരു രക്ഷയുമില്ല എന്ന് കരുതിയ അയാൾ കരിങ്കടലിലേക്ക് എടുത്തു ചാടി പുറംകടലിലേക്ക് നീന്തുവാൻ തുടങ്ങി. കടൽ തന്നെ വിഴുങ്ങുന്നതുവരെ നീന്തുക, പിന്നീട് മരിക്കുക, ഇതായിരുന്നു പ്ലാൻ. എന്നാൽ പൊടുന്നനെ എൻ്റെ ദൈവമേ, ഞാൻ എന്താണ് ഈ ചെയ്യുന്നത് എന്ന ചിന്ത അയാളുടെ മനസ്സിൽ കടന്നു വന്നു. ഉടൻ തന്നെ അയാൾ സർവ്വശക്തിയും സംഭരിച്ചുകൊണ്ട് തിരിച്ച് നീന്തി കരയ്ക്ക് കയറി. ഒരു പാറപ്പുറത്ത് കയറിയിരുന്നു കൊണ്ട് ഒരു കൊച്ചുകുട്ടിയെ പോലെ അയാൾ പൊട്ടിക്കരഞ്ഞു. പെട്ടെന്ന് തൻ്റെ അമ്മ ഒരു പുസ്തകവുമായി തൻ്റെ മുമ്പിൽ വന്ന് ആരാണ് യേശുക്രിസ്തു എന്ന് ചോദിക്കുന്നതായി തോന്നി. എൻ്റെ രക്ഷകൻ എന്ന് ഡേവിസ് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. അങ്ങനെ ജീവൻ്റെയും മരണത്തിൻ്റെയും ഇടയ്ക്ക് വെച്ച് അദ്ദേഹം ദൈവത്തെ കണ്ടെത്തി. കടലിൽ ചാടി മരിക്കാൻ പോയ ഡേവിസിൻ്റെ അകത്ത് ദൈവമുണ്ടായിരുന്നു.
പക്ഷേ ആ വസ്തുത അദ്ദേഹം അംഗീകരിച്ചത് കടലിലെ ഭീകരമായ തിരമാലകളുടെ നടുവിൽ, ജീവൻ്റെയും മരണത്തിൻ്റെയും നടുവിൽ വച്ചായിരുന്നു. നമ്മുടെ ജീവിതത്തിലെ തിരമാലകളുടെ മധ്യത്തിൽ, ജീവൻ്റെയും മരണത്തിൻ്റെയും മധ്യത്തിൽ വെച്ച് തന്നെ ദൈവത്തിൻ്റെ സാന്നിധ്യവും വഴികാട്ടലും അംഗീകരിക്കുമ്പോൾ മാത്രമേ ദൈവം ഒരു യാഥാർത്ഥ്യമായി നമുക്ക് അനുഭവപ്പെടുകയുള്ളൂ. ഓർക്കണമേ, എത്ര നല്ല തോട്ടമായാലും പറിച്ചു കളയാൻ കുറച്ച് കളകളുണ്ടാകും. പുനരുത്ഥാന സങ്കീർത്തനം 14 വാക്യം. യഹോവ തൻ്റെ ജനത്തെ തള്ളിക്കളയുകയില്ല, തൻ്റെ അവകാശത്തെ കൈവിടുകയുമില്ല. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃശുശ്രൂഷയിൽ എളിയ ദാസൻ.